നമസ്കാരം. അണിയറ ആരംഭിക്കുകയാണ്. ഇന്റർനെറ്റും മൊബൈൽ ഫോണുമൊക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാണിന്ന്. അത് വിലക്കുകയെന്നാൽ സ്വതന്ത്ര ജീവിതത്തിന് തടയിടുക എന്നാണ് അർത്ഥം. കൂടുതൽ അറിയണമെങ്കിൽ കോഴിക്കോട് വടകര സ്വദേശിനിയായ ഫഹീമയോട് ചോദിക്കണം. കോളേജ് ഹോസ്റ്റലിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിനായി ഹൈക്കോടതിയിൽ ഹർജി നൽകി അനുകൂല വിധി നേടി ഫഹീമ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തോന്നി. ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിന് അല്ലെങ്കിൽ തുടക്കമാവാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം. ഇന്ദുലേഖ എഴുതിയ ഒ ചന്തുമേനോനും ഫഹീമ ഷെറിനും ഒരേ ജില്ലക്കാരാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീ മുന്നേറ്റത്തിന്റെ സൂചകങ്ങൾ നൽകി ഇന്ദുലേഖയിലൂടെ ഒ ചന്തുമേനോൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ദുലേഖ എന്ന കഥാപാത്രത്തെ നിർമ്മിച്ച് സാമൂഹിക മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി ചന്തുമേനോനെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ സ്ത്രീ വിമോചന ചിന്തകളാണ് ഫഹീമ ഷെറിൻ മുന്നോട്ടുവെക്കുന്നത്. കോളേജ് ഹോസ്റ്റലിലെ മൊബൈൽ ഫോൺ വിലക്ക് നീക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചാണ് ഫഹീമ അനുകൂല വിധി നേടിയത്. ചേളന്നൂർ SN കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ഫഹീമ കോളേജ് ഹോസ്റ്റലിൽ വൈകിട്ട് 6 മുതൽ 10 മണിവരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയതിനെ ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മൊബൈലും ഇന്റർനെറ്റുമൊക്കെ പുതിയ കാലത്ത് പഠന മാധ്യമങ്ങളാണ് എന്ന ബോധത്തിലേക്ക് നമ്മുടെ സമൂഹം എന്തുകൊണ്ടെത്തിയിട്ടില്ല എന്നതാണ് ചോദ്യം. പെൺകുട്ടികളെ മതിൽക്കെട്ടിനകത്ത് നിർത്തുകയെന്ന പരമ്പരാഗത ദൗത്യം നിർവഹിച്ചു വന്നിരുന്ന മാനേജ്മെന്റ് യുക്തിക്ക് എതിരെയായിരുന്നു ഫഹീമയുടെ ഹർജി. ഇതിനേക്കാളും വേഴ്സ്റ്റായ അവസ്ഥയാണ് കേരളത്തിലെ മറ്റ് പല ഹോസ്റ്റലുകളിലും ഉള്ളത്. അപ്പോൾ നമ്മുടെ മേലും ഇതുപോലൊരു റൂൾ ഇമ്പോസ് ചെയ്തപ്പോൾ അനുസരിക്കാൻ പറ്റില്ല എന്ന് തന്നെ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റൽ മാറിപ്പോവാനാണ് ഇവർ പറഞ്ഞത്. ഇന്റർനെറ്റ് വിലക്ക് മൗലികാവകാശ ലംഘനമാണെന്നായിരുന്നു ഫഹീമയുടെ ഹർജിയിലെ വാദങ്ങളിലൊന്ന്. ഹൈക്കോടതി അത് മുഖവിലക്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ നിരീക്ഷണം ഉയർത്തിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ വിധി പ്രസ്താവം. ഇന്റർനെറ്റ് ഉപയോഗം മൗലികാവകാശമാണെന്നും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെ ഉറപ്പാക്കുന്ന ഘടകം കൂടിയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്റർനെറ്റ് അവകാശം സംസ്ഥാനത്ത് മൗലികാവകാശമായിട്ടാണ് കണക്കാക്കുന്നതെന്ന ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രസംഗത്തിലെ പരാമർശം കോടതി ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭ മൗലികാവകാശമായി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗമാക്കണമെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ലിംഗവിവേചനത്തിന്റെ പ്രശ്നം കൂടിയുണ്ടിവിടെ. മൊബൈൽ ഫോൺ ഉപയോഗത്തിന് ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വിലക്കില്ല. നിയന്ത്രണം പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മാത്രമാണ്. ഫഹീമ ഷെറിന്റെ ഹർജിയിൽ വിധി പറയുമ്പോൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മാത്രമായി തുടരുന്ന നിയന്ത്രണം ലിംഗവിവേചനമാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹോസ്റ്റൽ നിയമങ്ങൾക്കെതിരെ പോരാടിയതിന് ഫഹീമയെ പുറത്താക്കിയിരുന്നു. ഫഹീമയെ തിരിച്ചെടുക്കാനും കോടതി ഉത്തരവിട്ടു. കേരളത്തിലെ ഗേൾസ് ഹോസ്റ്റലുകളിൽ നിലനിൽക്കുന്ന കടുത്ത നിയന്ത്രണങ്ങൾക്കും മൗലികാവകാശ ലംഘനങ്ങൾക്കും എതിരെ കൂടിയാണ് ഹൈക്കോടതി വിധി. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പാരൻസ് പറഞ്ഞു അത് അനുസരിക്കേണ്ട, അത് നമുക്ക് നോക്കാവുന്ന നിലയിലാണ്. കൃത്യമായി എന്തുകൊണ്ടാണ് ആ റൂൾ അനുസരിക്കാത്തതെന്ന് പറയുക, പ്രിൻസിപ്പലിനൊരു കംപ്ലൈൻറ്റ് കൊടുക്കുക, ബാക്കി നമുക്ക് പ്രിൻസിപ്പലിനോട് പറഞ്ഞ് പരിഹരിക്കാമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത്. അതാണിപ്പോൾ കോടതി വരെ എത്തി നിൽക്കുന്നത്. ഫഹീമ ഒറ്റയ്ക്കായിരുന്നില്ല, വീട്ടുകാർ കൂടെ നിന്നു. അപ്പോഴും കൂട്ടുകാരുടെ പ്രത്യക്ഷ പിന്തുണ ലഭിച്ചതുമില്ല. നേരിട്ട് ആരും പ്രത്യക്ഷത്തിൽ സപ്പോർട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. മീൻസ് പാരൻസ് തന്നെ ആവശ്യപ്പെട്ടതാണ് ഇവർ ഇങ്ങനെ റൂള് വെക്കാനുള്ള റീസൺ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ പാരൻ്റൽ സപ്പോർട്ട് ഇല്ലാണ്ട് സ്റ്റുഡൻസ് ആരും ഇങ്ങനെ ഒരു കാര്യത്തിന് ഇവരെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കത്തില്ല. ആ സമയത്തും ഇപ്പോൾ വിധി വന്നപ്പോഴും എല്ലാം ഹോസ്റ്റലിലും കോളേജിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നല്ല സപ്പോർട്ടീവാണ്. ഫമിയ എന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടം തന്നെയാണ്.  അത്. SN കോളേജിലെ ഫമിയന്റെ വിജയം മാത്രമല്ല, ഇത് മറ്റു വിദ്യാർത്ഥികൾ കൂടിയും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. 2019 വിദ്യാർത്ഥികൾക്ക്
ഒരു വിജയം തന്നെയാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിൽ ഇത്ര കുട്ടികൾക്ക് റെസ്ട്രിക്റ്റ് ഏൽപ്പിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പാൾ എന്ന നിലയിൽ തന്നെ നമ്മുടെ ഈ നൂറ്റാണ്ട് കാലത്ത് ഫോൺ എന്ന യുഗമാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അന്നപ്പോൾ അതിനൊരു തടസ്സപ്പെടുത്തുക വെച്ചാൽ തികച്ചും ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല. അന്നപ്പോൾ അവളുടെ ഈ ഫമിയ എന്ന വിദ്യാർത്ഥിയുടെ ഒരു സമരത്തെ തികച്ചും സ്വീകാര്യമായിട്ടാണ് ഞങ്ങളെ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിട്ടുള്ളത്. പുതിയ പ്രിൻസിപ്പാൾ വന്നതിന് ശേഷം കോളേജിൽ നിയന്ത്രണങ്ങൾ വർദ്ധിച്ചെന്നാണ് കുട്ടികൾ പറയുന്നത്. ക്യാമ്പസിനകത്ത് കൂട്ടം ചേർന്ന് ഇരിക്കുന്നതിന് പോലും അനുവദിക്കുന്നില്ല. ചട്ടക്കൂടുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെടുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പരാതിയുണ്ട്. ഞാനിപ്പോൾ PG സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 3ാമത്തെ പ്രിൻസിപ്പളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ വർഷവും കഴിഞ്ഞ വർഷവും ഈ കോളേജിൽ ഒരു പരിപാടി നടക്കാൻ സമ്മതിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ വർഷത്തെ ഓണപ്പരിപാടി പോയി, ആ ഫ്ലഡ് കാരണം പോയി. ഈ വർഷമാണെങ്കിൽ അതിനും ഒരു സപ്പോർട്ടും ഇല്ല. ഞങ്ങൾ പുറത്ത് വെച്ച് നടത്ത് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെ ഹൊറികല്ല് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാൻ വേണ്ടി സ്ഥലം ഉണ്ടാക്കിയിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ, പുറത്തിരിക്കാനോ സംസാരിക്കാനോ ക്യാമ്പസിൽ ഒരു സ്ഥലമില്ല. ആ മരം വരെ വെട്ടിക്കളഞ്ഞു. ആ ഹൊറികല്ലോ എന്ന് പറയുന്ന ഇരിപ്പിടം പണ്ട് മുതലേ പൂർവികർ ഉപയോഗിച്ച് അവർ സാധനങ്ങൾ ചുമന്നു പോകുമ്പോൾ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ ഹൊറികല്ലോ പറയുന്നത്. അതുവരെ പൊളിച്ചു കളയുക ചെയ്തത്. കോളേജിലെ നിയന്ത്രണങ്ങളുടെ തുടർച്ചയായാണ് പെൺകുട്ടികളുടെ ഹോസ്റ്റലിലും മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗം വിലക്കിയത്. ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ നിയന്ത്രണങ്ങൾക്ക് ഇളവുണ്ട്. എങ്കിലും ലിംഗവിവേചനത്തെ ഇവരും ചോദ്യം ചെയ്യുന്നു. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ഈ കോളേജിലെ മൊത്തം കുട്ടികളുടെ അഭിപ്രായമാണ്. ഇപ്പോൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒരു കുഴപ്പമില്ല, നേരെ പെൺകുട്ടികളുടെ ഹോസ്റ്റലാണ് ഈ നിയമമൊക്കെ വന്നിട്ട്. ഇപ്പോഴത്തെ സ്ത്രീകളാണെങ്കിലും അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വന്ന സ്ത്രീകളാണ്. അപ്പോൾ എല്ലാ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് വേണ്ട രീതിയിൽ ബോധവാന്മാരായ സ്ത്രീകളാണ്. അപ്പോൾ വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പോൾ പണ്ടൊക്കെ ഒരു സംഘടനയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്രതികരിക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് പ്രതികരിക്കാൻ തോന്നിയാൽ ആ വ്യക്തി ഒരാളാണെങ്കിൽ ഒരാൾ പ്രതികരിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ഇന്റർനെറ്റ് മൊബൈൽ വിലക്ക് രക്ഷിതാക്കൾ അംഗീകരിക്കുകയാണ് പതിവ്. കുട്ടികളുടെ നേർവഴിയും നല്ല ശീലങ്ങളും തടസ്സപ്പെടുത്തുന്നത് മൊബൈൽ ഫോൺ ആണെന്ന പൊതുധാരണ നിലനിൽക്കുന്നുണ്ട്. ഹോസ്റ്റലിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ വിലക്ക് നീക്കിയ വിധിയെന്ന തരത്തിൽ മാത്രമല്ല ഹൈക്കോടതി ഉത്തരവ് പരിഗണിക്കേണ്ടത്. സാങ്കേതികവിദ്യയുടെ ഉപയോഗത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചുമുള്ള പൊതുബോധത്തെ തകർക്കുക കൂടി ചെയ്യുന്നുണ്ട് കോടതി വിധി. അല്ല, അതെ, ഇപ്പോൾ ഈ പ്രിൻസിപ്പാൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ. ആദ്യം 6 to 10 അങ്ങനെയായിരുന്നു. അതായത് ഇപ്പോൾ ആണ് 10-ന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. 10-ന് ശേഷം കുട്ടികൾക്ക് എന്തിനാ ഈ ഫോൺ യൂസ് ചെയ്യുന്നത്? കാരണം ഇപ്പം പഠനവുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് 6 to 10 പഠിക്കുന്ന കാര്യം ഇപ്പം കൂടുതൽ ആൾക്കാരും ഫോണാണ് യൂസ് ചെയ്യുന്നത് പഠിക്കുന്നത്. ആധുനിക വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളിൽ മാത്രമല്ല നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന എത്രയോ വെബ്സൈറ്റുകളും ആപ്പുകളും യൂട്യൂബ് ചാനലുകളുമുണ്ട്. സിവിൽ സർവീസ് പഠനം പോലും ആ നിലയിലേക്ക് പരുവപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നിട്ടും നിയന്ത്രണങ്ങൾ തുടരുന്നത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഒരുപാട് സന്തോഷമുണ്ട്. മീൻസ് എൻ്റെ മാത്രം പ്രശ്നമല്ല ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. ഞാനിത് എൻ്റെ മാത്രം പ്രശ്നമെന്ന നിലയിലല്ല കാണുന്നതും. ഇവിടെ കേരളത്തിനും പുറത്തുള്ള ഒരുപാട് ലേഡീസ് ഹോസ്റ്റലുകളിലുള്ള ഒരുപാട് പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നത്തിനാണ് ഹൈക്കോടതി വിധിയിലൂടെ ഇപ്പോൾ പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഇന്റർനെറ്റ് ഉപയോഗം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീടുകളിലേക്ക് ഇന്റർനെറ്റ് എത്തിക്കാൻ സർക്കാർ തന്നെ തയ്യാറാക്കിയ പദ്ധതി ആരംഭഘട്ടത്തിലാണ്. ഇന്റർനെറ്റ് വിലക്കുകളുടെ സാധുത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ. അടിമുടി മാറുന്ന ലോകത്തോടൊപ്പം ഓടുകയാണ് മലയാളി. അനുദിനം വളരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ലോകത്തിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കുന്നു. ഇന്റർനെറ്റ് ദുരുപയോഗമെന്ന പാരമ്പര്യവാദം ഉയർത്തിപ്പിടിച്ച് എത്ര നാൾ വിവരവിസ്ഫോടനത്തെ തടഞ്ഞു നിർത്താൻ കഴിയും? ഡിജിറ്റൽ ലൈബ്രറിയും ഡിജിറ്റൽ ക്ലാസ് മുറികളുമാണ് പുതിയ കാലത്ത് വിദ്യാഭ്യാസ പുരോഗതിയുടെ സൂചകങ്ങളിലൊന്ന്. മുഴുവൻ ഇൻഫോർമേഷൻസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിലുള്ള മൊബൈലും ഇൻ്റർനെറ്റും ഉള്ളപ്പോൾ ഇപ്പോഴത്തെ എല്ലാ വിദ്യാലയങ്ങളിലും, ഇപ്പോൾ ചെറിയ വിദ്യാലയങ്ങൾ തൊട്ടുള്ള എല്ലാ സർവകലാശാലകളിൽ പോലും എല്ലാ നോട്ട്സും വാട്സപ്പ് വഴിയും അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറിവിൻ്റെ ഒരു വലിയ ലോകമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ സംബന്ധിച്ചുള്ള റിസർച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഇത് വലിയ ഉപകാരമുള്ള സംഗതിയാണ്. കാരണം വിവിധങ്ങളായിട്ടുള്ള നമ്മളുടെ എല്ലാ ടെക്സ്റ്റുകൾ പോലും അങ്ങനെ തന്നെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇൻ്റർനെറ്റ്. അതിലൊക്കെ ഒന്നും പ്രാപ്യമല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ഇത്രയും കാലം നമ്മളുടെ പ്രത്യേകിച്ച് കേരള സമൂഹത്തിലെ പെൺകുഞ്ഞുങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന്. അറിവുകളിലേക്ക് വളരെ വേഗം എത്തുക, സ്വായത്തമാക്കുക എന്നതാണ് പുതിയ അധ്യയന രീതി. അതിലേക്കുള്ള വഴിയാണ്
ഇന്റർനെറ്റും മൊബൈൽ ഫോണുമൊക്കെ. അത് സംസ്ഥാനത്തെ പരമോന്നത നീതിപീഠം തന്നെ അംഗീകരിക്കുന്നു എന്നതാണ് ഹൈക്കോടതി വിധിയുടെ പ്രസക്തി. കേരളത്തിലെ പെൺ ഹോസ്റ്റൽ ജീവിതങ്ങളിൽ വിധി ചലനങ്ങളുണ്ടാക്കും. വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ലിംഗപരമായ വ്യത്യാസങ്ങളില്ലാതെ തന്നെ ഇൻ്റർനെറ്റ് ആക്സസ് ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതു തരം ആവശ്യങ്ങൾക്ക് ഉള്ള തുല്യതയും പ്രൊവൈഡ് ചെയ്യണമെന്നും അതിനെതിരായിട്ടുള്ള ഹോസ്റ്റലിൻ്റെ നിയന്ത്രണങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുകയും അത് റദ്ദ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ ഈ കേസിൽ മാത്രമല്ല, കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായമാകുമ്പോൾ അതൊരു നിയമത്തിൻ്റെ വ്യാഖ്യാനമാവുകയും അത് ഇത്തരം മാനേജ്മെൻറ്റ് കോളേജുകളിൽ ഹോസ്റ്റലുകളിൽ ഉണ്ടാക്കുന്ന ഇത്തരം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള റെസ്ട്രിക്ഷൻസിനെല്ലാം മുകളിൽ ഒരടിയായി മാറുകയും ചെയ്യും. ആൺകുട്ടികൾക്കോ പുരുഷന്മാർക്കോ ബാധകമല്ലായിരുന്നു. അവിടെ ഏത് രീതിയിലും എത്ര രാത്രി വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവിടെ മൊബൈൽ ഉപയോഗിക്കാം, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, മറ്റു പുറത്തേക്ക് പോകാം, അവർക്ക് ലൈബ്രറികൾ യൂസ് ചെയ്യാം, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം എന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ തന്നെ കുട്ടികൾക്ക് വളരെ കൃത്യമായി തന്നെ അവർക്ക് അരുതുകളിൽ അവരെ തളച്ചിട്ടൊക്കെയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഡ്രസ് കോഡിൻ്റെ കാര്യം. ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ രീതിയിലും നമ്മളുടെ ഈ പൊതുവിദ്യാഭ്യാസവും അല്ലാത്ത വിദ്യാഭ്യാസ ഇടങ്ങളിലൊക്കെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കേർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് വലിയ മാറ്റമാണ് ഇതിലുണ്ടാക്കുന്നത്. അനുദിനം പരിഷ്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിയമവും നിയമവാഴ്ചയും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. കാലോചിത മാറ്റങ്ങൾ നിയമവ്യവസ്ഥയിൽ വരുന്നത് പിന്നോട്ടടിക്കുന്ന പാരമ്പര്യവാദങ്ങളെ മറികടക്കാൻ സഹായകമാണ്. പെൺകുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എന്ന ഡിവൈസ് ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം തെറ്റാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന റൈറ്റ് ടു ആക്സസ് ടു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഭാഗമാണ് എന്നൊരു ഡിക്ലറേഷൻ തന്നെ കോടതി ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാവി സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്ത് പഠിക്കാനുള്ള വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥിനികളുടെയും അവകാശം കൂടുതൽ സർക്കാർ അംഗീകരിച്ചു കൊടുക്കുകയും സർക്കാരിൻ്റെ കീഴിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ അത്തരം സൗകര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഈ വിധിന്യായം വിരൽ ചൂണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയുള്ള നിയമങ്ങളെയും ഇവിടെയുള്ള സൗകര്യങ്ങളെയും കൃത്യമായി തന്നെ മനുഷ്യരുടെ അന്തസ്സിനെ ഉയർത്തുന്ന രീതിയിൽ, സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കുന്ന രീതിയിലും അത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുമായിട്ടുള്ള ഒരു നല്ല വ്യാഖ്യാനം, വൈഡർ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമുക്ക് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തു തന്നിട്ടുള്ളത്. കേരളത്തിന്റെ കുടുംബജീവിതങ്ങൾ ഇപ്പോഴും അങ്ങേയറ്റം യാഥാസ്ഥിതികമാണ്. പെൺകുട്ടികളുടെ സാമൂഹിക ജീവിതത്തിനുള്ള വിലക്കുകൾ ഇപ്പോഴും ശക്തം തന്നെ. ഹോസ്റ്റലുകളിലെ ഇത്തരം ലിംഗവിവേചനങ്ങളെ ഒരു പരിധിവരെ നിലനിർത്തുന്നത് സമൂഹം തന്നെയാണ്. അതുകൊണ്ടാണ് അത് വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നതും. ഇത് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ് എന്ന് കേരള ഹൈക്കോടതി ഡിക്ലെയർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഹോസ്റ്റലുകളിലും നമ്മുടെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള സ്ത്രീകളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഒക്കെയുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് തന്നെ മാറ്റമുണ്ടാകേണ്ടി വരും. തീർച്ചയായിട്ടും വേണ്ടി വരും. കാരണം പുരുഷന്മാർക്ക് രാത്രി പുറത്തു പോകാം, ഏത് സമയത്തും ഇൻ്റർനെറ്റ് ആക്സസ് പോലുള്ള സംഗതികൾ, അല്ലെങ്കിൽ പുസ്തക വായന, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ സിനിമ കാണാൻ വരെ പുറത്തു പോവുകയും രാത്രി ഏത് സമയത്തും പ്രവേശിക്കുകയും ചെയ്യാം. പക്ഷേ സ്ത്രീകളൊക്കെ 6 മണിക്ക് തന്നെ ഹോസ്റ്റലിനകത്ത് കയറണം എന്ന തരത്തിലുള്ള നിബന്ധനകളുണ്ട്. ഇത്തരം നിബന്ധനകൾ ചോദ്യം ചെയ്ത് തിരുവനന്തപുരത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സമരം നടന്നപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കാൻ പാടില്ല സമയത്തിൻ്റെ കാര്യത്തിൽ എന്ന സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. അപ്പോൾ നമ്മുടെ കോടതി ഇങ്ങനെ നല്ലൊരു വിധി ഇട്ടുവെങ്കിലും അതിന് ഇംപ്ലിമെൻറ്റേഷൻ ലെവൽ വരുമ്പോൾ ഇത് ആർക്കൊക്കെ ഇതിന് ഉപകാരം കിട്ടുന്നത് വലിയ വിഷയമാണ്. ഓരോ ചെറിയ വീടുകളിലും അല്ലെങ്കിൽ ഓരോ കുട്ടികളിലും ഓരോ സ്ത്രീകളിലും ഇത് വലിയ സംഘർഷം ഉണ്ടാക്കണം. കാരണം ഒരു ഭാഗത്ത് ഇത് തുറന്നു കൊടുക്കുന്നു, മറുഭാഗത്ത് വീടുമായി കലഹിക്കേണ്ടി വരുന്നു, അവരായിട്ട് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ അവരുടെ ഡിപ്പെൻഡൻസി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ നമ്മളുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരിക്കും ഈ സ്ത്രീകൾ ഉടനെ പണയം വയ്ക്കേണ്ടി വരിക. ഫഹീമയുടെ ഒറ്റയാൾ പോരാട്ടം കേരളത്തിലെ പെൺ ഹോസ്റ്റൽ ജീവിതങ്ങളിൽ മാറ്റങ്ങൾക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയണം. കാരണം അങ്ങേയറ്റം യാഥാസ്ഥിതികമാണിപ്പോഴും നവോത്ഥാന മണ്ണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം. അപ്പോഴും ഒറ്റയാൾ പോരാട്ടങ്ങൾ കൊണ്ട് ചിലർ പുതിയ ജീവിതബോധം സൃഷ്ടിക്കുന്നുണ്ട്. മലാലയെപ്പോലെ, ഫഹീമയെപ്പോലെ. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഏതൊരു വ്യക്തിയിലും ഞാനൊരു ഹീറോയെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലാലയും എൻ്റെ ഒരു ഹീറോ ആണ്. ഫഹീമ പഠിക്കട്ടെ,
വിലക്കുകളൊന്നുമില്ലാതെ. സഹായിച്ചില്ലെങ്കിലും സാരമില്ല, നിയന്ത്രണങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാതിരുന്നാൽ മതി. തുറന്ന് സമ്മതിക്കുന്നില്ലെങ്കിലും രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. കോർപ്പറേറ്റ് നികുതി വെട്ടിക്കുറച്ചതാണ് ഒടുവിലത്തെ നടപടി. Number 1, in order to promote growth and investment, a new provision has been inserted in the Income Tax Act with effect from fiscal year 2019-20, which allows any domestic company an option to pay income tax at the rate of 22% to 2%, subject to condition that they will not avail any exemptions or incentives. സാമ്പത്തിക ഉത്തേജനത്തിനായി തുടർച്ചയായി പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സ്വകാര്യ മുതൽ മുടക്ക് പ്രോത്സാഹിപ്പിക്കാനാണ് പുതിയ നീക്കം. ഇതിനായി കോർപ്പറേറ്റ് നികുതിയിൽ കുറവ് വരുത്തി. 30 നിന്ന് 22% കുറച്ചത്. The effective tax rate for these companies shall be 25.17%, inclusive of all surcharges and cess. So the effective tax rate for these companies shall be 25.17%, inclusive of all surcharge and cess. കോർപ്പറേറ്റ് നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വൻ കുതിപ്പാണുണ്ടായത്. 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കുതിപ്പ് രേഖപ്പെടുത്തി. വ്യാപാര വ്യവസായ മേഖലയ്ക്ക് വൻ ഇളവ് നൽകി സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. In order to attract fresh investment in manufacturing and thereby provide a boost to Make in India, another provision has been inserted to the Income Tax Act with effect from fiscal year 2019-20, which allows any new domestic company incorporated on or after 1st October 2019, making fresh investment in manufacturing an option to pay income tax at the rate of 15.15%. ആഗോള സാമ്പത്തിക പ്രതിഭാസമെന്ന് വിശദീകരിക്കുകയല്ലാതെ മാന്ദ്യത്തിന്റെ മൂലകാരണങ്ങൾ തേടി കേന്ദ്ര സർക്കാർ പോകുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ഉത്തേജക പാക്കേജുകൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രതിസന്ധി രൂക്ഷമായി തുടരുമെന്നാണ് സൂചനകൾ. നികുതി വരുമാനത്തിൽ വൻ കുറവാണ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വൻ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള നികുതി വരുമാനം ആകെ പ്രതീക്ഷിക്കുന്നതിന്റെ 1/3 മാത്രമാണ്. ഇക്കാലത്ത് ആദായ നികുതി ഉൾപ്പെടെയുള്ള പ്രത്യക്ഷ നികുതി വരുമാനത്തിലെ വർധനവ് 5% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ സമയം 18% വളർച്ചയായിരുന്നു രേഖപ്പെടുത്തിയത്. ഏപ്രിൽ 1 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള നികുതി വരുമാനം 5% മാത്രം വർദ്ധിച്ച് 4.4 ലക്ഷം കോടി രൂപയാണിപ്പോൾ. ബജറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നികുതി വരുമാനമായ 13.35 ലക്ഷം കോടി നേടണമെങ്കിൽ അടുത്ത 6 മാസം കൊണ്ട് ഇതുവരെ ലഭിച്ചതിൽ ഇരട്ടിയിലധികം നേടണമെന്ന് സാരം. കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പദ്ധതികളുടെ തുടർചലനങ്ങളെക്കുറിച്ച് സാമ്പത്തിക ലോകം ഉത്കണ്ഠാകുലരാണ്. രാജ്യത്ത് ധനക്കമ്മി വർദ്ധിക്കുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായ നടപടികൾ വൻ വിലക്കയറ്റത്തിലേക്ക് നയിക്കുമോ എന്നും ആശങ്കയുണ്ട്. നികുതി ഇളവ് വഴി വളർച്ച കൂടുമെന്നും വ്യവസായ നിക്ഷേപം വർദ്ധിക്കുമെന്നും തൊഴിൽ സാധ്യത ഉയരുമെന്നുമൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ. ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് വിപണി സജീവമാക്കുക എന്നതാണ് തന്ത്രം. എന്നാൽ കയറ്റുമതി മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും തളർച്ചയാണ് പ്രകടമാകുന്നത്. ഘട്ടം ഘട്ടമായുള്ള പദ്ധതികൾ വിജയം കാണില്ലെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയത് കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തോ എന്ന് സംശയമാണ്. കോർപ്പറേറ്റ് നികുതിയിൽ ഗണ്യമായ കുറവ് വരുത്തിയതോടെ രാജ്യത്ത് വ്യവസായ നികുതിയും വ്യക്തിഗത നികുതിയും തമ്മിലുള്ള വ്യത്യാസമേറെയായി.
ഇത് ഉപഭോക്താക്കളുടെ താൽപര്യത്തിന് അനുകൂലമല്ല. ധനക്കമ്മി 3.3% എന്നത് 4% ഉയരുമെന്നാണ് കണക്കുകൂട്ടലെങ്കിലും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ധനക്കമ്മി കൂടുകയെന്നാൽ വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കുന്നു എന്നാണ്. അതോടൊപ്പം സർക്കാരിന്റെ കടവും വർദ്ധിക്കും. ധനക്കമ്മി കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. അതായത് നാണയപ്പെരുപ്പം കൂടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അത് നയിക്കുക വിലക്കയറ്റത്തിലേക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക സംസ്കാരം അടിമുടി മാറേണ്ട കാലമായെന്ന് പറയുമ്പോഴും സാമ്പത്തിക മാന്ദ്യത്തിന്റെ മൂലകാരണങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ കൈകൾ എത്തുന്നില്ലെന്നത് ചോദ്യങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. സാമ്പത്തിക മാന്ദ്യത്തെ നാം മറികടക്കുമോ എന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. മുക്കിനും മൂലയ്ക്കും നവോത്ഥാനം പറഞ്ഞാണ് ശബരിമല കാലത്തെ നാം നേരിട്ടത്. കേരളത്തിലെ നവോത്ഥാന ചർച്ചകൾ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നുവെന്നത് ഒരു ചോദ്യമാണ്. നവോത്ഥാന നായകർ കേൾക്കണം. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് വരുന്ന ജാതി വിവേചന വാർത്ത. നവോത്ഥാന പടികൾ പലകുറി കയറിയിറങ്ങിയവരാണ് നമ്മൾ. ശബരിമല കാലത്ത് രൂപം കൊണ്ട നവോത്ഥാന സമിതി ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത്ര പ്രസംഗിച്ചിട്ടും ആഴത്തിൽ നാം ഇപ്പോഴും പാരമ്പര്യ മാമൂലുകൾക്ക് പുറത്താണെന്നാണ് വ്യക്തമാകുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിലെ അധ്യാപിക ഗവേഷക വിദ്യാർത്ഥികളോട് ജാതി വിവേചനം കാണിച്ചുവെന്നാണ് ഉയരുന്ന പരാതി. ബോട്ടണി വിഭാഗത്തിലെ 4 വിദ്യാർത്ഥികളാണ് വിവേചനം ആരോപിച്ച് വൈസ് ചാൻസലർക്കും പോലീസിനും പരാതി നൽകിയത്. ഗവേഷണ മേൽനോട്ട ചുമതലയുള്ള അധ്യാപിക ഡോക്ടർ ഷമീനയ്ക്കെതിരെയാണ് പരാതി. 2 വർഷമായി പരാതിപ്പെട്ടിട്ടും വകുപ്പ് മേധാവി പോലും വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. പ്രതിഷേധങ്ങൾ ശക്തമായതിനെ തുടർന്ന് ആരോപണ വിധേയയായ അധ്യാപികയ്ക്ക് നിർബന്ധിത അവധി നൽകിയിരിക്കുകയാണ് സർവകലാശാല. വേദനിപ്പിക്കുന്നുണ്ട്. നവോത്ഥാനം ഇപ്പോഴും നമ്മുടെ സർവകലാശാലകൾക്ക് പുറത്താണ് എന്നത്. അണിയറ പൂർത്തിയാവുകയാണ്. നമസ്കാരം.